കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു നേതാവാണ് ശശി തരൂർ എന്ന് പറയുന്നത്. അദ്ദേഹം മത്സരിക്കില്ല കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് എന്നൊക്കെ അറിയുമെങ്കിൽ പോലും നിരവധി സർവേക്കാർ അദ്ദേഹത്തിൻ്റെ പേരിടുകയും അങ്ങനെ ഏതാണ്ട് 9%, 10% ഒക്കെ അദ്ദേഹത്തിന് വോട്ടുകൾ കിട്ടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതൊക്കെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം CPM-ലേക്ക് പോകുമോ എന്നൊരു ചർച്ച നമ്മളെല്ലാവരും കേൾക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് MA യൂസഫ് അലി ആണ് അതിനുവേണ്ടി ചർച്ചകൾ നടത്തിയത് എന്നൊരു കിംവദന്തിയും അഭ്യൂഹവും ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ MA യൂസഫ് അലി പറഞ്ഞേക്കുന്നത് അദ്ദേഹം ദാവോസിൽ നിന്ന് വിമാനത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം കേട്ടത്. അപ്പോൾ മാധ്യമപ്രവർത്തകർ, പ്രത്യേകിച്ചും ഗൾഫിലേക്ക് മാധ്യമപ്രവർത്തകർ ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുത്, നിങ്ങൾ സത്യം തേടുന്നവരായിരിക്കണം എന്നൊരു ഉപദേശമാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ ഇത് പരിശോധിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി നമുക്കറിയാം ശശി തരൂർ ഏതാണ്ട് കോൺഗ്രസ് നേതൃത്വവുമായി വലിയ ഭിന്നതയിലാണ്, അകൽച്ചയിലാണ്. അത് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് വേണ്ടി വിളിച്ചില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുപോലെ മഹാരാഷ്ട്രയിലും മറ്റ് നിരവധി സംസ്ഥാനങ്ങളിലും നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഒരു സ്റ്റാർ ക്യാമ്പയിനറുടെ ലിസ്റ്റിലൊന്നും അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് പോകുന്ന എല്ലാ കക്ഷികളുടെയും അംഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പരിപാടികളിൽ പോലും യഥാർത്ഥത്തിൽ പങ്കെടുപ്പിക്കാനായിട്ട് കോൺഗ്രസ് വിസമ്മതിച്ചു. കോൺഗ്രസ് പേര് കൊടുത്തില്ല ഇദ്ദേഹത്തിൻ്റെ, പകരം പ്രധാനമന്ത്രി തന്നെ ചൂസ് ചെയ്ത് അദ്ദേഹത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമിതിയുടെ നേതാവാക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം അദ്ദേഹം ഇന്ത്യ ഗവൺമെൻറ്റിന് വേണ്ടി റഷ്യയിൽ പോയും ചില നയതന്ത്ര പരിപാടികളിൽ പങ്കെടുക്കുകയും ചില നയതന്ത്ര ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നത് നമ്മൾ കേട്ടു. ഇതിനിടയിൽ നമുക്കറിയാം നിരവധി തവണ അദ്ദേഹം മോദിയെ പ്രശംസിച്ചിരുന്നു. കൂടാതെ അദ്ദേഹം P. രാജീവിൻ്റെ ഇവിടെ സ്റ്റാർട്ടപ്പ് മിഷനുകൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടും വലിയ പ്രശംസയാണ് അദ്ദേഹം ചൊരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരം പ്രതിസന്ധികളിൽ ഇത്തരമൊരു സന്നിഗ്ധഘട്ടത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹം CPM-ലേക്ക് പോകുന്നു, BJP-യിലേക്കല്ല പോകുന്നത് എന്ന് പറയുന്നൊരു വാർത്ത പരക്കെ തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് ഒരിക്കലും BJP-യിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും പുസ്തകങ്ങളും നെഹ്റുവിയൻ കാഴ്ചപ്പാടും അതുപോലെ തന്നെ നിരവധി അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയും കാലത്തെ ജീവിതം തന്നെ റദ്ദ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരിക്കലും BJP-യിലേക്ക് പോകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ BJP-യിലേക്ക് പോയാൽ തന്നെ ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ പോലെ അവരുടെ പാർട്ടിയിലൊന്നും ചേരാതെ അവരുമായി അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് ഏതെങ്കിലും പ്രൊജക്റ്റുകൾ പദ്ധതികളൊക്കെ ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ചുമതലകൾ ഏറ്റെടുക്കുന്ന ഒരാളായി മാത്രമേ അദ്ദേഹം നിൽക്കാൻ കഴിയുള്ളൂ എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അൺഒഫീഷ്യലി ആണെങ്കിലും ചില ചർച്ചകൾ നടന്നിരുന്നു എന്ന് തന്നെയാണ് എനിക്കറിയാൻ കഴിയുന്നത്. അത് യൂസഫ് അലി വഴിയല്ല, മറ്റു ചിലർ വഴി അദ്ദേഹവുമായിട്ട് സംവദിക്കുകയും അദ്ദേഹം ചർച്ച ചെയ്യുകയും വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു MP സ്ഥാനത്താണ്, അദ്ദേഹം വലിയ സ്ഥാനമാണെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഒരു MP-ക്കൊന്നും 540 പേരിൽ ഒരാളാണ്, അല്ലാതെ പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനല്ലോ ഒന്നും ചെയ്യാനില്ല. അതേസമയം ഒരു ഭരണപരമായിട്ടുള്ള പല കാര്യങ്ങളിലും ഇടപെടണമെന്നും ഒരു മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയാൽ കൊള്ളാമെന്നും ഒക്കെ വിചാരിക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ ശശി തരൂർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും കൂടുതൽ ക്രിയേറ്റീവായ അദ്ദേഹത്തിൻ്റെ ലോകത്തിലുള്ള പരിചയവും ബാക്കിയുള്ള എക്സ്പീരിയൻസും ഒക്കെ തന്നെ അദ്ദേഹത്തിന് അനുഭവ സമ്പത്തുമൊക്കെ തന്നെ ഈ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് പറയുന്ന വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ചില ഇൻ്റർവ്യൂകളിൽ വളരെ തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയാൽ താങ്കൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചാടിപ്പിടിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. പക്ഷേ പിണറായി വിജയൻ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി സ്ഥാനം വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ട് അല്ലെങ്കിൽ CPM പോലൊരു പാർട്ടി അപ്പോൾ പുറത്തുനിന്ന് വന്ന ഒരാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കും എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തവണ തിരുവനന്തപുരത്ത് ഉണ്ടാകുന്ന BJP-യുടെ വളർച്ച അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന 2 മണ്ഡലങ്ങളിൽ ഇപ്പോൾ വട്ടിയൂർക്കാവും നേമത്തും അവർ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും 5000 വോട്ടുകൾക്ക് മുകളിൽ ഭൂരിപക്ഷം നേടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഭൂരിപക്ഷം നേടിയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വന്നിട്ടുള്ള മറ്റു മണ്ഡലങ്ങൾ കൂടിയുണ്ട്. 4 മണ്ഡലങ്ങളിൽ അവർ രണ്ടാമതാണ്, അതിലും ചിലത് തിരുവനന്തപുരത്ത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ തിരുവനന്തപുരം ജില്ലയിലാണ് അവർ വലിയ നേട്ടമുണ്ടാക്കാൻ വേണ്ടി ഇത്തവണ പരിശ്രമിക്കാൻ പോകുന്നത്. ആ നേട്ടമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അവിടെ എവിടെയെങ്കിലും തന്നെ ശശി തരൂർ ഒരു അത്ഭുത സ്ഥാനാർത്ഥിയെ അവതരിക്കപ്പെട്ടാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ കോൺഗ്രസുമായിട്ട് വലിയ തോതിൽ ഭിന്നതയുണ്ട് എന്ന് മാത്രമല്ല, അദ്ദേഹം രാഹുൽ ഗാന്ധിയോട് സംസാരിക്കാൻ പോലും താല്പര്യപ്പെടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം AICC-യിലെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുകയും നേതൃത്വത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഖാർഗെക്കെതിരെ അദ്ദേഹം ഒരു 10% വോട്ടുകൾ, ഏതാണ്ട് 1000-ഓളം വരുന്ന വോട്ടുകൾ പിടിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അത് വലിയ തോതിലുള്ള വിജയ
വിജയമാവുകയും അദ്ദേഹത്തെ AICCയിൽ ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്തു. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹവുമായിട്ട് ഭരണപരമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിലോ ഒന്നും ഒരു തരത്തിലുള്ള കൂടിയാലോചനകൾ നടത്താൻ ഇവിടെയുള്ള നേതാക്കൾ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ KC വേണുഗോപാലിനെ പോലെയുള്ളവർ ഇദ്ദേഹത്തെ ദേശീയ നേതൃത്വത്തിലേക്ക് പഠിപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെ താല്പര്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് എന്തെങ്കിലും ചുമതലകൾ കൊടുത്താൽ അദ്ദേഹം വലിയ തോതിൽ ഷൈൻ ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്. കാരണം ഒരു ഒറേറ്റർ എന്നുള്ള നിലക്ക്, ഒരു കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള നിലക്ക് ഒരുപക്ഷെ മോദിയേക്കാൾ മുകളിൽ നിൽക്കാൻ കഴിയുന്ന ഒരാളാണ്. നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും വലിയ തോതിൽ മാധ്യമങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ സ്വാധീനമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം പലപ്പോഴും കോൺഗ്രസിൽ ഒരു അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ് എന്നുള്ളത് നമുക്കറിയാം. പിന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെയും നമുക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ വയ്യ. കാരണം അദ്ദേഹം ചില കടുത്ത കോൺഗ്രസ് വിരുദ്ധ അല്ലെങ്കിൽ BJP അനുകൂല നിലപാടുകളൊക്കെ എടുക്കുകയും മോദി അകാരണമായി പുകഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വിസ്മരിച്ചുകൂടാ. പക്ഷെ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഒരു സർപ്രൈസായി ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. ഒരു കമ്മിറ്റ്മെൻറ്റും ഇപ്പോൾ ഒരു ആളുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല, ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് സ്റ്റിൽ അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് മാത്രമാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത്. ആ സാധ്യതകൾ നമ്മൾ അടക്കേണ്ടതില്ല. തിരുവനന്തപുരം പോലൊരു ജില്ലയിൽ പോലും വലിയ നേട്ടമുണ്ടാക്കാൻ ഒരു പക്ഷേ CPM ഇതുകൊണ്ട് കഴിഞ്ഞേക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കേരള രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവും ഒക്കെ അദ്ദേഹം എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്നറിയില്ല. ഒരു യൂറോപ്പിലോ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലോ അമേരിക്കയിലോ ബ്രിട്ടനിലോ ഒക്കെ ഉള്ള പോലെയുള്ള ഒരു വലിയ ഉദാത്തമായ ജനാധിപത്യത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല. ഇവിടെ എന്താണെങ്കിലും അണികൾക്ക് വേണ്ടത് വളരെ കഠിനമായി മറ്റുള്ള ആളുകളെ എങ്ങനെയും വിമർശിക്കുക, അതും കുറച്ചുകൂടി ആവേശത്തോടു കൂടി എടാ എന്നൊക്കെ വിളിച്ച് വിമർശിക്കാൻ പറ്റുമെങ്കിൽ ഈ പറയുന്ന പോലെ ആഭ്യന്തരമന്ത്രി മരവാഴയാണെന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് നമുക്ക് ഓർമ്മയുണ്ടാവും, എടാ വിജയ എന്ന് വിളിച്ചത് ഓർമ്മയുണ്ടാവും. പത്രത്തിലൊക്കെ വിളിച്ച് ഏത് തരത്തിലും അറ്റാക്ക് ചെയ്യുക, ഒരു കാര്യത്തിലും എന്ത് ചെയ്യുക, കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. അതാണ് അണികളെയൊക്കെ ആവേശഭരിതരാക്കുന്നത്. അതുപോലെയൊക്കെ തന്നെയാണ് KM ഷാജി പ്രസംഗിക്കുന്നത്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ടും വലിയ തോതിൽ ആവേശം നൽകും. പക്ഷെ തരൂരിൻ്റെ ഒരു ഭാഷ അങ്ങനെയല്ല. തരൂരിൻ്റെ ഭാഷ നമുക്കറിയാം, അദ്ദേഹം വളരെ ജെന്റിലായി ഒപ്പോസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ വളരെ പോയിന്റ് ബൈ പോയിന്റായി കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. അത്തരത്തിൽ പക്ഷേ ഒരു മിഡിൽ ക്ലാസ് ആളുകളെയും ഒരു യങ് ജനറേഷനെയും ഒക്കെ ഏതൊരു പാർട്ടിയോട് അടുപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ തോതിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ ഒരു ജില്ലയിൽ ചിലപ്പോൾ ഒരു MLA സ്ഥാനത്തേക്ക്, MP ആണ് അദ്ദേഹം, കോൺഗ്രസിൽ നിന്ന് വിട്ടാൽ അദ്ദേഹം രാജിവെക്കേണ്ടി വരും. അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ പോലും തീരുമാനിച്ചാൽ അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാവുന്ന ചലനം മറ്റൊന്നായിരിക്കും എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. വളരെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള ചില നീക്കങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിലും രാഷ്ട്രീയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സാധ്യതകളുടെ കലയാണ് എന്നുള്ളത് കൂടി മറക്കാതിരിക്കുക.